മുതൽ ട്രെയിൻ ടിക്കറ്റുകൾക്കുള്ള നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ച ഇന്ത്യൻ റെയിൽവേ രാജ്യത്ത് 5 വർഷത്തിന് ശേഷമാണ് ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. പരമാവധി നിരക്ക് വർധന 2 പൈസയായിരിക്കും. AC കോച്ചുകൾക്ക് കിലോമീറ്ററിൽ 2 പൈസയും നോൺ AC കോച്ചുകൾക്ക് കിലോമീറ്ററിന് 1 പൈസയും വർദ്ധിപ്പിക്കും. നിരക്ക് വർധന സംബന്ധിച്ച പട്ടിക റെയിൽവേ ബോർഡ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. അതേസമയം ഓർഡിനറി നോൺ AC ടിക്കറ്റുകൾക്ക് 500 കിലോമീറ്റർ വരെ വർധനയില്ല. പുതിയ റെയിൽവേ നിരക്ക് വർധന ബാധകമാകുന്നത് വന്ദേ ഭാരത്, തേജസ്, രാജധാനി, ശതാബ്ദി, ഹംസഫർ, അമർ ഭാരത് അടക്കം വിവിധ ട്രെയിനുകൾക്കാണ്. സബർബൻ ട്രെയിനുകളിലും സീസൺ ടിക്കറ്റ് ഉടമകൾക്കും ടിക്കറ്റ് നിരക്ക് ബാധകമാകില്ല. 500 കിലോമീറ്ററിൽ കൂടുതലുള്ള സെക്കൻഡ് ക്ലാസ് യാത്രകൾക്ക് കിലോമീറ്ററിന് 5 പൈസ വർദ്ധിപ്പിക്കും. നിരക്ക് നിർണ്ണയം എളുപ്പമാക്കാനും യാത്രക്കാർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്താനുമാണ് ഇപ്പോഴത്തെ നിരക്ക് വർധനയെന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ വിശദീകരണം. എന്തൊക്കെയാണ് പുതിയ നിരക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളെന്ന് നോക്കാം. നോൺ AC ക്ലാസ് 500 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകില്ല. 501 മുതൽ 1500 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് 5 രൂപ വർദ്ധിപ്പിക്കും. 1501 മുതൽ 2500 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് 10 രൂപ വർദ്ധിപ്പിക്കും. 2501 മുതൽ 3000 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് 15 രൂപ വർദ്ധിപ്പിക്കും. സ്ലീപ്പർ ക്ലാസിനും ഫസ്റ്റ് ക്ലാസിനും 5 പൈസ വീതം വർദ്ധിപ്പിക്കും. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ സെക്കൻഡ് ക്ലാസ്, സ്ലീപ്പർ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നിവയ്ക്ക് 1 രൂപ വർദ്ധിപ്പിക്കും. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് AC ക്ലാസുകളിൽ AC ചെയർ കാർ, 3 AC, 2 AC, ഫസ്റ്റ് AC, എക്സിക്യൂട്ടീവ് എന്നിവയ്ക്ക് 2 പൈസ വീതവും വർദ്ധിപ്പിക്കും. 2025 ജൂലൈ 1 മുതൽ ഈ തീയതിയിലോ അതിനുശേഷമോ ബുക്ക് ചെയ്യുന്ന എല്ലാ ടിക്കറ്റുകൾക്കും പുതിയ നിരക്കുകൾ ബാധകമായിരിക്കും. ജൂലൈ 1 മുമ്പ് ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് പഴയ നിരക്കുകൾ തന്നെ തുടരുമെന്നാണ് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നഗരം ലൈവ്.